വാർത്തയിലേക്ക്. എയർ ഇന്ത്യ സമരത്തെ തുടർന്ന് കരമന സ്വദേശി മരിച്ച സംഭവത്തിൽ ഭാര്യ അമൃത ഇന്ന് വ്യോമയാന മന്ത്രാലയത്തിന് പരാതി നൽകും. വിമാനം റദ്ദ് ചെയ്തതിനെ തുടർന്ന് ഭർത്താവിൻ്റെ ചികിത്സയ്ക്കായി അമൃതയ്ക്ക് മസ്കറ്റിലെത്താൻ കഴിഞ്ഞിരുന്നില്ല. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി വിജിൻ വായന്തോട് തിരുവനന്തപുരത്ത് ചേർന്നു. വിജിൻ, ഒരു കേന്ദ്ര സർക്കാർ എടുത്ത ജനവിരുദ്ധമായ ഒരു അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ദുരന്തം, അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കരമന സ്വദേശിയുടെ മരണം എന്ന് പറയുന്നത്. പ്രതിസ്ഥാനത്ത് കേന്ദ്ര സർക്കാർ തന്നെയാണ്, കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ തന്നെയാണ്. എന്താണ് ഇപ്പോൾ ഈ ഭാര്യയും കുടുംബവും ഈ പരാതിയുമായി മുന്നോട്ട് പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ്? ഏതെങ്കിലും തരത്തിലുള്ള എയർ ഇന്ത്യ അധികൃതർ ഇവരുടെ നഷ്ടപരിഹാരം സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടോ? സൂചിപ്പിച്ചതുപോലെയാണ് ഈ എയർ ഇന്ത്യ സ്വകാര്യവൽക്കരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള തൊഴിലാളി പ്രശ്നങ്ങളായിരുന്നു ദിവസങ്ങൾ നീണ്ടുനിന്ന സമരത്തിലേക്കും മിന്നൽ പണിമുടക്കിലേക്കും ഒക്കെ നയിച്ചിരുന്നത്. ഇതിനെ തുടർന്ന് നിരവധി ആളുകളാണ് വലിയ ദുരിതത്തിൽ ആകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതിനിടെയാണ് നമ്പി രാജേഷ് എന്ന കരമന സ്വദേശി ഒമാനിൽ ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിലാവുകയും ഭാര്യയ്ക്ക് അവിടത്തേക്ക് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാനായി എത്താൻ കഴിയാതെ പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനെ തുടർന്ന് അവിടെ ഹൃദയാഘാതത്തെ തുടർന്ന് നമ്പി രാജേഷ് മരണപ്പെടുകയായിരുന്നു. ഇന്നലെയാണ് മൃതദേഹം തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത്. ഇന്നലെ എത്തിച്ച സമയത്ത് തന്നെ എയർ ഇന്ത്യ ഓഫീസിന് മുന്നിലൊക്കെ വലിയ തരത്തിലുള്ള പ്രതിഷേധം അരങ്ങേറുകയും ചെയ്തിരുന്നു. തുടർന്ന് എയർ ഇന്ത്യ അധികൃതരുമായി സംസാരിച്ച ശേഷമാണ് മൃതദേഹം സംസ്കരിക്കാൻ കുടുംബം തയ്യാറായത്. എന്തായാലും ഇന്ന് ഈ മരണവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് ശേഷം കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് ഇതിൽ സംബന്ധിച്ച് പരാതി നൽകും എന്നാണ് കുടുംബം അറിയിച്ചിട്ടുള്ളത്. ഭാര്യയായിരിക്കും പരാതി നൽകുക. ഭാര്യയ്ക്ക് ഈ ഭർത്താവിന്റെ ചികിത്സക്കായി ഒമാനിൽ എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായ സാഹചര്യത്തിലാണ് മരണം സംഭവിക്കുന്നത് എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. നിരന്തരമായി മറ്റൊരു ദിവസത്തേക്ക് ടിക്കറ്റ് നൽകാൻ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സമരത്തെ തുടർന്ന് ഇത് എയർ ഇന്ത്യ അധികൃതർ തയ്യാറായില്ല. അതാണ് ഈ മരണത്തിലേക്ക് നയിച്ചത്. അവിടെ ഭാര്യയ്ക്ക് എത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ നല്ല ചികിത്സ കൂടുതൽ ഉറപ്പ് വരുത്താൻ കഴിയുമായിരുന്നു എന്നുള്ള ആരോപണമാണ് ബന്ധുക്കൾ ഉന്നയിക്കുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് കുടുംബം പരാതി നൽകാൻ ഒരുങ്ങുന്നത്. സിജു, ഇപ്പോൾ ഇവർ നഷ്ടപരിഹാര തുക സംബന്ധിച്ചും എങ്ങനെയാണ് നഷ്ടപരിഹാരം നൽകേണ്ടത് സംബന്ധിച്ചോ ഈ പരാതിയോടൊപ്പം നൽകുന്നുണ്ടാകും? സിജു, അത്തരത്തിൽ പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയുള്ളത് എന്ന വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. കുടുംബം പറഞ്ഞിരിക്കുന്നത് ഇന്ന് വൈകിട്ടോട് മാത്രമേ ചടങ്ങുകൾ കഴിയുകയുള്ളൂ. അതിനുശേഷമായിരിക്കും മെയിലായി പരാതി കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് നൽകുക എന്ന കാര്യമാണ്. എന്തായാലും നഷ്ടപരിഹാരം നൽകുന്നത് ഉൾപ്പെടെയുള്ള 2 പിഞ്ചു കുട്ടികളാണ് ഈ നമ്പി രാജേഷിന് ഉണ്ടായിരുന്നത്. UKG-യിലും LKG-യിലും പഠിക്കുന്ന കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ തുടർ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉൾപ്പെടെയുള്ള നടപടികൾ ആവശ്യപ്പെട്ടായിരിക്കും ഈ നഷ്ടപരിഹാര തുക ഉൾപ്പെടെ തീരുമാനിക്കുക എന്നുള്ളത് വ്യക്തമാകുന്നത്. എന്തായാലും ഇന്നലെ ഈ എയർ ഇന്ത്യ ഓഫീസിന് മുന്നിൽ ഉൾപ്പെടെ ഈ മൃതദേഹവുമായി കുടുംബം വലിയ തരത്തിലുള്ള പ്രതിഷേധം രൂപപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എയർ ഇന്ത്യ അധികൃതർ എന്ത് നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിക്കും എന്നുള്ളതും പ്രധാനമാണ്. പക്ഷേ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് പരാതി നൽകുന്നതിലൂടെ ഈ സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായി ഉണ്ടായ പ്രതിസന്ധി ഈ എയർ ഇന്ത്യയുമായി സംസാരിച്ച് അത്തരത്തിൽ ഒരു നഷ്ടപരിഹാരം ഉൾപ്പെടെ നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനം എടുക്കണം എന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ പരാതി നൽകാൻ ഒരുങ്ങുന്നത്. എയർ ഇന്ത്യ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ നിലപാട് അറിയിച്ചിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും നേരത്തെ ഒരുപാട് യാത്രക്കാർ ഈ യാത്ര മുടങ്ങിയതിനെ തുടർന്ന് വലിയ തരത്തിലുള്ള പ്രതിസന്ധി നേരിടുകയും ഒപ്പം തന്നെ പലർക്കും തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. എയർ ഇന്ത്യ സമരത്തെ തുടർന്ന് കരമന സ്വദേശി നമ്പി രാജേഷ് മരിച്ച സംഭവത്തിൽ ഭാര്യ അമൃത വ്യോമയാന മന്ത്രാലയത്തിന് പരാതി നൽകും. അതിനെ സംബന്ധിച്ച വിവരങ്ങളാണ് വിജിൻ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.